ഇത് കൊല്ലം അഷ്ടമുടി ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രമാണ്. ഉരുൾനേർച്ച കൊണ്ട് പ്രസിദ്ധമായ ക്ഷേത്രം. ദക്ഷിണേന്ത്യയിലെ വീരഭദ്രസ്വാമി പ്രതിഷ്ഠയുള്ള പുണ്യപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ഈ ക്ഷേത്രത്തിൽ 28ാം ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് ദക്ഷയാഗ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടുള്ള ഉരുൾനേർച്ച നടക്കാറുള്ളത്. ആയുരാരോഗ്യ സൗഖ്യത്തിനും ഉദ്ദിഷ്ടകാര്യലബ്ധിക്കും സർവൈശ്വര്യത്തിനും സന്താന സൗഭാഗ്യത്തിനും കൂടാതെ ഉരുക്കളുടെ രോഗശാന്തിക്കും വേണ്ടിയാണ് ഭക്തർ ഇവിടെ ഉരുൾനേർച്ച നടത്താറുള്ളത്. ഇവിടെ എത്തുന്ന ഭക്തർ ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന അറബിക്കടലിനെയും കല്ലടയാറിനെയും ചേർത്ത് പിടിക്കുന്ന അഷ്ടമുടിക്കായലിൽ മുങ്ങിക്കുളിച്ച് ഈറനോടെ ക്ഷേത്രത്തിന് ചുറ്റും ഉരുളുന്നതാണ് നേർച്ച. ദക്ഷൻ ഒരു യാഗം നടത്താൻ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ദക്ഷൻ എല്ലാ പ്രജകളെയും രാജപ്രഭുമാരെയും യാഗശാലയിലേക്ക് ക്ഷണിച്ചു. പക്ഷേ സ്വന്തം പുത്രി സതിയെയോ സതിയുടെ ഭർത്താവ് ശിവനെയോ ക്ഷണിച്ചില്ല. ക്ഷണിക്കപ്പെടാതെ തന്നെ ശിവൻ്റെ മൗന അനുവാദത്തോടുകൂടി സതി സ്വന്തം പിതാവ് നടത്തുന്ന യാഗശാലയിലെത്തി. സതിയെ കണ്ടപാടെ തന്നെ സതിയെ ശിവനെ അപമാനിച്ച് സംസാരിക്കുകയും യാഗശാലയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ഈ ഹൃദയം പൊട്ടിയ സതീദേവി സ്വന്തം പിതാവ് ഒരുക്കിയ ആ യാഗാഗ്നിയിൽ ചാടി ആത്മാഹൂതി ചെയ്തു. കൈലാസത്തിൽ ശിവനെല്ലാം അറിയുന്നു. ശിവൻ താണ്ഡവം ജട പിടിച്ച് നിറത്തടിച്ചു താണ്ഡവ നൃത്തം ചെയ്തു. അപ്പോഴത്തേക്ക് ഈ ജടയിൽ നിന്നും വീരഭദ്രനും ഭദ്രകാളിയും ജന്മം കൊണ്ടു. അവർ ഈ യാഗശാലയിലെത്തി ദക്ഷൻ്റെ തലയറുത്തു. ആ ദക്ഷൻ്റെ തലയില്ലാത്ത ഉടൽ വീരഭദ്രസ്വാമിക്കും ഭദ്രകാളിക്കും ചുറ്റും കിടന്ന് ഉരുണ്ടു ജീവന് വേണ്ടി യാചിച്ചു. ശിവാജ്ഞയാൽ ഒരു ഒരു നാൽക്കാലിയുടെ തലയറുത്തു. ദക്ഷൻ്റെ തലയറുത്ത ശേഷം ഒരു നാൽക്കാലിയുടെ തലയറുത്തു അത് ദക്ഷന് ജീവൻ നൽകി എന്നാണ് ഐതിഹ്യം. ഈ വർഷത്തെ ഉരുൾനേർച്ച മഹോത്സവത്തിന് ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു. ഒക്ടോബർ 10 മുതൽ 12 വരെയാണ് ഉരുൾനേർച്ച മഹോത്സവം നടക്കുന്നത്. ഇവിടുത്തെ ഉരുൾനേർച്ച മഹോത്സവം ഈ മാസം 10-ാം തീയതി ആരംഭിച്ച് 12-ാം തീയതി രാത്രി സംഭവിക്കുന്നതാണ്. ഉദ്ദിഷ്ടകാര്യലബ്ധിക്കും സർവ്വ ഐശ്വര്യത്തിനും ഉരുക്കളുടെ രോഗശാന്തിക്കും വേണ്ടിയാണ് ഭക്തജനങ്ങൾ വ്രതാനുഷ്ഠാനത്തോടെ വന്നു അറബിക്കടലും കല്ലടയാറും അഷ്ടമുടിക്കായലും സംഗമിക്കുന്ന ഇവിടുത്തെ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിച്ചു. ഈറിനോടെ അഞ്ജലി ഭക്തരായി വന്നു ശ്രീകോലി ചുറ്റും ശയനപ്രതിഷ്ഠം നടത്തുന്നത്. ഈ ഉരുൾ നേർച്ചയ്ക്ക് നമ്മുടെ ദേവസ്വം മേൽശാന്തി സുകുമാരശാന്തി, നിത്യശാന്തി ശ്രീകൃഷ്ണൻ, അതുപോലെ തന്നെ ഈ നമ്മുടെ ദേവസ്വം തന്ത്രി ഉണ്ണികൃഷ്ണൻ തന്ത്രി മുതലായവർ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതാണ്. ഉരുൾനേർച്ചയോളം പ്രാധാന്യമുണ്ട് ക്ഷേത്രമൈതാനിയിലെ കാർഷിക വാണിജ്യ വ്യാപാരമേളയ്ക്കും. 300ഓളം കടകളാണ് ക്ഷേത്രമൈതാനിയിൽ വരും ദിവസങ്ങളിൽ നിർമ്മിക്കുന്നത്. കരിമ്പും കമ്പിളിനാരങ്ങയും ഇതുപോലെ വിൽക്കുന്ന മറ്റൊരു സ്ഥലം കേരളത്തിൽ തന്നെ ഉണ്ടാകില്ല. ക്ഷേത്രത്തിൽ വൻപിച്ച ഈ ഉത്സവത്തോടനുബന്ധിച്ച് മിക്കവാറും ഒരു 8-ാം തീയതി തന്നെ വരും. മിക്കവാറും 8-ാം തീയതി വന്നിട്ട് ചെയ്യണം ഒരു വൻപിച്ച കാർഷിക വ്യാപാര മേള. ഇപ്പം നാടൻ ഗൃഹോപകരണങ്ങളുടെ വൻപിച്ച ശേഖരമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ കരിമ്പ് കമ്പിളി നാരങ്ങ ഏറ്റവും കൂടുതൽ വരുന്നത് ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമ്പും കമ്പിളി നാരങ്ങയും വരുന്നത് ഈ അമ്പലത്തിലാണ്. എന്താണ് എൻ്റെ പൊരുൾ എനിക്കറിയാം. ഇവിടെ എല്ലാ സാധനങ്ങളുണ്ട്. നാടൻ ഗൃഹോപകരണം 3-4 ദിവസത്തേക്ക് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഉണ്ടാവും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയാണ് ക്ഷേത്രത്തിലെ ഉരുൾനേർച്ച മഹോത്സവം നടക്കുന്നത്. അവാർഡ് വിതരണവും അനുമോദന സമ്മേളനവും പ്രദേശവാസികൾ അവതരിപ്പിക്കുന്ന കരോക്കെ ഗാനമേളയും നൃത്തവും കവിയരങ്ങും കഥാപ്രസംഗവും ഇവ മാത്രമാണ് ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടികൾ. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.